എൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. നടി ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി. ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. അതിൻ്റെ പേരിൽ ഈ സംഭവം നമ്മുടെ മാർട്ടിൻ, അതായത് നമ്മുടെ ആക്ട്രസിൻ്റെ ആ വിക്ടിമിൻ്റെ ഇൻസിഡൻറ്റിൻ്റെ രണ്ടാമത്തെ പ്രതി, അതായത് പുള്ളിക്കാരൻ്റെ പേര് മാർട്ടിനാണ്. പുള്ളിക്കാൻ ഒരു വീഡിയോ റിവീൽ ചെയ്തിട്ടുണ്ട്. അത് യഥാർത്ഥ സത്യമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ റിവീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ നേരത്തെ റിലീസാക്കിയിട്ടല്ലേ, പുള്ളിക്കാൻ ഈ ജയിലിൽ പോയതിന് ശേഷം ഇത് മറ്റേ ഇൻസ്റ്റാഗ്രാം ത്രൂ ലീക്കാക്കിയതാണ്. അപ്പോൾ ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. പിന്നെ ഇത് പ്ലേ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് കുറേ കാര്യം പറയണം. ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് വിക്ടിമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ കഥ ഞാൻ ഒട്ടും വിശ്വസിച്ച്, ഞാൻ ഇത് ഫുൾ കേട്ടതാണ്. ഈ കഥ ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നത്. നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ എന്നാണ് വെറുതെ പറയുന്നത്. തൃശ്ശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിൻ്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ എറണാകുളം നടൻ ലാലിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയും ലാലിൻ്റെ അളിയൻ പ്രൊഡ്യൂസർ. ഈ പുള്ളിക്കാരൻ്റെ സ്റ്റോറി, അതായത് എനിക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഈ പുള്ളിക്കാരൻ പറയുന്ന നമ്മുടെ ദൃശ്യം മൂവിയിൽ നമ്മുടെ ലാലേട്ടൻ ഒരു ഇത് പറയുന്നുണ്ട്, ഒരു നെറേറ്റ് സ്റ്റോറി. അതേപോലെ നല്ല രീതിയിൽ നെറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. നമ്മൾ പക്ഷേ നമ്മളിത് കാണുമ്പോൾ നമുക്കും തോന്നും, അയ്യോ ഇവൻ സത്യം പറയുന്നതാണെന്ന് തോന്നും. അത് ഇവൻ ചില സാധനം പിന്നെ ഇവൻ്റെ നിന്ന് തന്നെ ചില വെള്ളികൾ വീഴുന്നുണ്ട്. അതിൽ നിന്നാണ് ഇവൻ്റെ ഇത് സ്റ്റോറി ഫ്ലോപ്പാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ബാക്കിയും കൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഇവർ ഇത്രയും പേരെ നേതൃത്വത്തിൽ ലാലിൻ്റെ വീട്ടിൽ നിന്നാണ് എന്നെ XUV വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം. പോരാത്തിന് നടി എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു, നടിക്ക് നിൻ്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് എന്നിട്ട് പറഞ്ഞു, പാലിയേക്കര ടോൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി വെച്ച് പോയാൽ അതിനും പറഞ്ഞ് ഫോൺ നമ്പർ തന്നെ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ലാലിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4:30-5 മണി ടൈമിൽ ഇറങ്ങി പാലിയേക്കര അവർ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ ഇടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു. ഇതിനുശേഷം പാലിയേക്കര ടോൾ എത്തിയതിനു ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാത്ത കാരണം വിളിച്ച് വെച്ച് വഴി അന്വേഷിച്ച് ഞാൻ ചെന്നു. ക്രിയേറ്റിവിറ്റി പ്രകാരം ഇപ്പോൾ ആക്ച്വലി ദിലീപ് ഇന്നസെൻ്റ് ആണ്. ആക്ച്വലി മറ്റേ നമ്മുടെ വിക്ടിമും പിന്നെ അവരുടെ കൂട്ടത്തിൽ മറ്റേ കുറച്ച് പേരും കൂടെ ചേർന്നിട്ടാണ് ഈ ക്രൈം കമ്മിറ്റ് ചെയ്തത്. ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രൈം കമ്മിറ്റ് ചെയ്തത് ഇവൻ്റെ പാർട്ട് ഓഫ് സ്റ്റോറി ഇവൻ പറയുന്നത്. ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ മേലെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് 2 കളർ ബാഗ് ഉണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് കളർ ബാഗും ഒരു റെഡ് കളർ ബാഗും. ഈ റെഡ് കളർ ബാഗിൽ പൈസയായിരുന്നു. കുറച്ച് പൈസ പോകുന്ന വഴിക്ക് അത്താണിയിൽ വെച്ച് എൻ്റെ സുഹൃത്തുക്കൾ വരും, അവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണം സിഗ്നലിൻ്റെ അവിടെ വെച്ച്. ശരി എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ എടുത്ത് കയറ്റി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറ്റി വെച്ചു. നടി എൻ്റെ ഒപ്പം പിറകിലെ സീറ്റിൽ വണ്ടിയിൽ കയറി. ഇത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തു. ഈ സമയത്തൊന്നും എൻ്റെ ഫോൺ എൻ്റെ തന്നെ ഇല്ല, നടിയുടെ കയ്യില്ല. സംസാരിക്കണ്ടേ. പിന്നെ വീണ്ടും എന്നോട് പറഞ്ഞു, നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൻ്റെ അവിടെ എത്തി കഴിയുമ്പോൾ എന്നോട് പറയണം എൻ്റെ സുഹൃത്തുക്കൾ അവിടെ വന്നിട്ട് അവരൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നടി പറഞ്ഞതനുസരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ പിന്നെ പയ്യെ പോയാൽ മതി എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. വരുന്നതിൻ്റെ ഇടയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നലിൽ അവിടെ വെച്ച് വണ്ടി നിർത്താൻ പറയണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു സിഗ്നലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ 2 വണ്ടിയിൽ, ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡിസൈർ കാറിലും 2 വണ്ടി അവിടെ വന്ന് കിടക്കണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിലായിട്ട് വണ്ടി പാർക്ക് ലൈറ്റ് ഡോൺ ആക്കി അവിടെ നിർത്തിയായിരുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സാണ്, അവർ ആ വണ്ടിയുടെ ചവിട്ടി നിർത്താൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വണ്ടി സ്ലോ ആക്കി അറിഞ്ഞു ലെഫ്റ്റ് സൈഡ് ചവിട്ടി ഒതുക്കി കഴിഞ്ഞപ്പോൾ, അതായത് നമ്മുടെ ആക്ട്രസ് പറഞ്ഞു, അതായത് ഇത് എൻ്റെ സുഹൃത്തുക്കളാണ്, അവർ വണ്ടി കയറ്റിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അത് ഇവൻ്റെ അടുത്ത് മറ്റേ ബാഗ് എടുത്ത് വണ്ടി മറ്റേ ഡിക്കിയിലോട്ട് വെച്ചാൽ മതി, എന്നിട്ട് ഇവർ വണ്ടി എടുത്തുകൊണ്ട് പോയെന്നാണ് ഇവൻ പറയുന്നത്. അതായത് ഇവൻ്റെ സൈഡ് അങ്ങ് സേഫ് ആക്കുക. അതായത് ഈ സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇവൻ്റെ സൈഡ്. ഞാൻ പറയുന്നത് ദിലീപ് നമ്മുടെ കോർട്ടിൽ പറഞ്ഞിരിക്കും ദിലീപ് ഇന്നസെൻ്റ്, ഓക്കെ സമ്മതിച്ചു, തെളിവൊന്നും ദിലീപിന് അഗൈൻസ്റ്റ് കേസില്ല, ഓക്കെ സമ്മതിച്ചു. എന്ന് വെച്ചാൽ ഇവന് ഈ സാധനം നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതായത് ഈ വീഡിയോ നേരത്തെ, അതായത് ഇവൻ സുപ്രീം കോടതിയിൽ നിന്ന് മറ്റേ ഇത് കിട്ടിയിട്ടാണല്ലോ വന്നത്. ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞു? അതായത് നമ്മളിപ്പോൾ ഒരാൾ കുറ്റം ചെയ്തിട്ടില്ല, നമ്മളൊരു കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? നമുക്കിപ്പോൾ പോലീസുകാർ ഈ സത്യങ്ങളൊക്കെ മുക്കി, എനിക്ക് സത്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പോലീസുകാർ ഈ സത്യം മുക്കി എന്ന് പറയുന്നതിനൊരു കാര്യമുണ്ട്. ഇത് കോടതിയാണ്, ഞാൻ കാര്യങ്ങളൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കോടതി ഈ സത്യം മുക്കി എന്നാണ് ഇവൻ പറയുന്നത്. ബാക്കിയും കൂടെ കേൾക്കാം. പിന്നെ നടിയാണ്, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല. അവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ജോലിക്കാരനാണ്. അവർ സൈഡിലേക്ക് കയറിയിരുന്നു. എന്നോട് പറഞ്ഞു ഈ റെഡ് കളർ ബാഗ് എടുത്ത് ആ വണ്ടിയിൽ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു, ഫ്രണ്ടിൽ കിടക്കണം സ്വിഫ്റ്റിലേക്ക്. ഞാൻ ഈ റെഡ് കളർ ബാഗ് എടുത്തുകൊണ്ട് സ്വിഫ്റ്റിൻ്റെ ഡിക്കി തുറന്നിട്ടുണ്ടായി, അതിലേക്ക് വെച്ച വഴി വണ്ടി 2 എടുത്ത് പോയി. എവിടെ എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോയി. പിന്നെ നടൻ ലാലിൻ്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായിരുന്നു. ഇവർ 2 പേരും ആ സമയത്ത് വണ്ടിയിൽ കയറിയ. അത് കഴിഞ്ഞ് അവരായിട്ട് സംസാരിച്ചു. അത് ഞാൻ ഈ ബാഗ് വെച്ചുകൊണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി കയറിക്കോളാൻ പറഞ്ഞു. വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ ആദ്യം പറഞ്ഞത്. വൈറ്റിലേക്ക് എടുത്ത് വൈറ്റിലേക്ക് എടുക്കാൻ എൻ്റെ ഇടയ്ക്ക് എൻ്റെ സുഹൃത്തുക്കളാന്ന് പറഞ്ഞു. അപ്പോൾ ലാലിൻ്റെ മകൻ ജീനെയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിനെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ലാലിൻ്റെ സ്റ്റുഡിയോയിലോട്ട്. വലിയ ബന്ധമില്ല, അവിടെ വർക്കുമായി. ഇവൻ ഏത് മണ്ടനാണെന്ന് എനിക്കറിയാം. ഈ കഥ ആരെ ഉണ്ടാക്കി കൊടുത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് XUV 500 എന്ന് പറഞ്ഞാൽ വണ്ടി, അത് ലാലിൻ്റെ പ്രൊഡക്ഷനിൽ നിന്നുള്ള വണ്ടിയാണ്.
അതായത് ആ വണ്ടിയിൽ ആ നടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ ഈ ലാൽ എന്ന് പറഞ്ഞ നമ്മുടെ ആക്ടർ ലാൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ തന്നെ ആദ്യം കൊടുങ്ങുന്നത് ആ പുള്ളിക്കാരനായിരിക്കും. ആ പുള്ളി സ്വന്തം വണ്ടിയിൽ ആരെങ്കിലും ഇങ്ങനെ ക്രൈം ചെയ്യാൻ വിടുമോ? ഇവൻ ഏത് മണ്ടനാണത്? ഇവൻ പൊട്ടനാണോ? അത് എനിക്ക് തോന്നുന്നു ഇവൻ പെട്ടെന്ന് ഇത് വെപ്രാളത്തിൽ കഥ ഉണ്ടാക്കി. ഇവനൊരു സ്റ്റോറി ആക്ച്വലി ഒരു നറേറ്റീവ് സ്റ്റോറി നല്ലതായിട്ട് നറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷേ അതായത് ഇവൻ നമ്മൾ ദൃശ്യത്തിൽ കണ്ട ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് നമ്മുടെ ജസ്റ്റ് അവരെന്തൊക്കെ ചെയ്തു എന്നുള്ള ജസ്റ്റേഴ്സ് വരെ ഇവൻ പറയുന്നുണ്ട്. അതെങ്ങനെ എനിക്ക് ഒപ്പിച്ചതെന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഇവൻ കാണിക്കുന്ന മണ്ടത. അതായത് ലാല് ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ മാസ്റ്റർ ബെയിൻ ആണെങ്കിൽ പുള്ളിക്കാരന് തലയ്ക്ക് കുഴപ്പം. സ്വന്തം വണ്ടി ഈ ക്രൈമിന് വേണ്ടി വിട്ട് കഴിഞ്ഞാൽ ഒരു പോലീസുകാരൻ വന്ന് ഇൻവെസ്റ്റ് ഇത് ആരുടെ വണ്ടിയാണ് ലാൽ, അയാളെ വിളിക്കൂ, അയാളെ എന്തായാലും ചോദ്യം ചെയ്യും. ഒരു പോലീസുകാരെ ചോദ്യം ചെയ്താൽ എന്തായാലും ഇവർക്ക് കള്ളം പറയുന്നതാണ് അവർക്ക് വ്യക്തമായി മനസ്സിലാവും. ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വണ്ടി എടുത്ത് എടപ്പള്ളിക്ക് എത്തണ എൻ്റെ ഇടയ്ക്ക് വണ്ടി ഇവർ സംസാരിച്ചു. നടി മഞ്ജു വാര്യരുടെ ബോംബെയിലെ ഫ്ലാറ്റിൻ്റെ സെയിൽ എന്തായിരുന്നു ചോദിച്ചോട്. എന്നോടല്ല, പൈപ്പ് ലൈൻ എടപ്പള്ളി എനിക്ക് കുറച്ച് ക്ലിയർ ആകുന്നില്ല, ഓർമ്മ ഒന്നുമില്ല. ഓർമ്മ വരത്തില്ല. നമ്മൾ കള്ളമല്ലേ, നമ്മൾ സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ചിട്ടല്ലേ പറയുന്നത്. അപ്പം നമുക്ക് ഓർമ്മ വരത്തില്ല, അത് കുഴപ്പമില്ല. എടപ്പള്ളി വൈറ്റിലേക്ക് തിരിയാണ് അവിടെ വെച്ച് വണ്ടി വൈറ്റിലേക്ക് തിരിക്കാൻ പറഞ്ഞു. വൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞപ്പോൾ പാലാരിയുടെ പൈപ്പ് ലൈനിൻ്റെ അവിടെ വെച്ച് ഒരാളവിടെ ടൗലും കെട്ടി നിൽക്കണ്ടായിരുന്നു. മുഖത്തൊരു ടൗലും കെട്ടി വണ്ടി സൈഡാക്കാൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, മാർട്ടിൻ ഇവിടെ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് വണ്ടി അവരെടുത്തോളൂ പറഞ്ഞു. ആ കയറിയ വ്യക്തിയാണ് ഇപ്പോൾ പൾസർ സുനി എന്ന് പറഞ്ഞ ഈ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ അയാളെ കാണുന്നത്. നടൻ ലാലിൻ്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ബന്ധം ഞാൻ അയാളും തമ്മിലില്ല. ലാൽ ക്രിയേഷനിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി. ഇത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അനൂപും ഈ പൾസർ സുനിയും പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ജീനും പൾസർ സുനിയും ഇവരും 3 പേരും വണ്ടി എടുത്ത് പോയി. എന്നോട് പറഞ്ഞു ഇന്നത്തെ ഇവൻ പറയുന്നുണ്ട് ലാൽ ക്രിയേഷനിൽ വർക്ക് ചെയ്യുന്നതാണ് പൾസർ സുനി എന്ന് പറഞ്ഞത്. അങ്ങനെ ലാൽ ക്രിയേഷൻ വർക്ക് ചെയ്യുന്നത് അത് എൻ്റെ പണിക്കാരൻ, അതായത് ലാൽ ക്രിയേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ. ഇപ്പോൾ ഞാനിപ്പോൾ പൾസർ സുനി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വർക്കറാണെന്ന് വെച്ചോ. ഞാൻ അവനെ വെച്ചിട്ട് ഇതേ ടൈപ്പ് ഒരു കൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനല്ലേ കുടുങ്ങുള്ളൂ. ഞാനിപ്പോൾ ഒരു കൊട്ടേഷൻ കൊടുക്കും. ഞാൻ എന്താ പൊട്ടനോ? ഇത് ലാൽ എന്താ പൊട്ടനോ? ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ വെച്ച് തന്നെ കൊട്ടേഷൻ കൊടുത്തിട്ട് അയാളുടെ വണ്ടിയിൽ തന്നെ, അതൊന്ന് ഓർക്കണം, അയാളുടെ വണ്ടി XUV 500 അയാളുടെ പണി. ഇപ്പോൾ ഇവൻ പറഞ്ഞ പോലെ മറ്റേ പൾസർ സുനി അയാളുടെ പണിക്കാരാണല്ലോ, ആ ക്രിയേഷനിൽ വർക്ക് ചെയ്ത ആളാണ്, അയാളുടെ പണിക്കാരൻ. ഇതെല്ലാം കൂടെ ചെയ്ത് ലാലിനെ പൊക്കാനാണോ ഇത്ര കഷ്ടപ്പാട്? ഇവന് എന്ത് മണ്ടത്തരം ഈ പറയണേ? ബാക്കി കേൾക്കാം. ഒരു വണ്ടിയുണ്ട്, അത് നമ്മുടെ വണ്ടിയാണ്. മറ്റേ അതിൽ കയറി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇവർ വണ്ടി എടുത്ത് പോയി. പിറകുള്ള വണ്ടിക്കാരെ ഫോൺ അടിച്ചപ്പോൾ ഞാൻ അതിൽ കയറി. ഒരു കാരവാൻ വണ്ടിയായിരുന്നു എന്നാണ് എൻ്റെ കണക്കൂട്ടിലത്. അതിൽ TV ഫെസിലിറ്റികളൊക്കെ ഉണ്ടായി, കിടക്കാനുള്ള ബെഡ്, വാഷ് ബേസിൻ, മറ്റേ മുഖം നോക്കണ മിററൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. പിന്നെ ഭയങ്കര സൗണ്ടിൽ പാട്ടും വെച്ചിട്ടുണ്ടായി, കളർ ലൈറ്റുകളും ഉണ്ടായിരുന്നു. അതിൽ ഡ്രൈവർ ഫോൺ അടിച്ച് വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി കയറി. ഇത് കഴിഞ്ഞ് ഏകദേശം കുറേ നേരം കറങ്ങിയതിന് ശേഷം, 1 മണിക്കൂർ മേലെ കണ്ട് കറങ്ങിയതിന് ശേഷം കാക്കനാട് ആപ്പിൾ ടവർ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് വണ്ടി എന്നോട് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇതിൻ്റെ ഇവിടെ ഇറങ്ങി എവിടേക്ക് കൊണ്ടുപോയി, എനിക്ക് ഒരു പിടിയില്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ തർക്കിച്ച് വെച്ച് നീ പറയുന്നിട്ടാണ്. ഇത് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞ് വണ്ടി കയറാൻ പറഞ്ഞു. അപ്പോൾ ഈ അനൂപും ഈ ജീൻ പോളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നോട് പറഞ്ഞു പാലാരിവട്ടത്തേക്ക് വണ്ടി എടുക്കാൻ പറയണം. ഞാൻ വണ്ടി എടുത്തു, നടി പറയുന്നതനുസരിച്ച് ഞാൻ വണ്ടി എടുത്തു. എന്ത് തന്തയില്ലാത്തരോ പറയുന്നത്. അതായത് ഞാനൊരു കാര്യം പറ്റേ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ ഞാൻ തെറി പറയുന്നില്ല, ഇതേപോലത്തെ അതായത് ഇവൻ വന്ന സമയത്ത് പൾസർ സുനി തോളത്ത് കൈയിട്ടിരുന്നു. അതായത് ആ വിക്ടിമിൻ്റെ സൈഡിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കരുത്. അത് ആ വിക്ടിമിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് ചിന്തിക്കണം. പുള്ളിക്കാരിയുടെ ഒരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പോസ്റ്റ് ഇവിടെ കമൻറ്റ് ചെയ്യാം. അതായത് കുറേ റൂമേഴ്സ് പുള്ളിക്കാരി തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതായത് കുറേ റൂമേഴ്സ് പറയുന്നുണ്ട്, എനിക്ക് പൾസർ സുനിയെ നേരത്തെ അറിയാം, തേങ്ങയാ മാങ്ങയാ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത് എൻ്റെ ഡ്രൈവറാന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഫേക്ക് റൂമേഴ്സാണ്. 1-2 വട്ടം പുള്ളിക്കാരി സെറ്റിൽ വെച്ച് എന്തോ ആവശ്യത്തിന് പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണായിരിക്കണം. ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത്. ലാലേട്ടൻ്റെ അടുത്തും രമ്യ നമ്പീസിൻ്റെ അടുത്തും മഞ്ജുവിൻ്റെ അടുത്തും ശ്രീകുമാറിൻ്റെ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും. പിന്നെ പറഞ്ഞു, എനിക്ക് അവനെ തകർക്കണം, അത്രമാത്രം വാശി എനിക്കിരിക്കുന്നുണ്ട്. സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ടാക്കണം. എല്ലാം കഴിഞ്ഞ് അവസാനം കരഞ്ഞവൻ എൻ്റെ കാല് പിടിച്ച് വരും, ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാവന പൾസർ സുനിയോട് പറയണം. പൾസർ സുനിയൊക്കെ മൂളി കേൾക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സിനിമ ഫീൽഡിൽ നിന്ന് എനിക്ക് അവനെ ഔട്ടാക്കണം, സാമ്പത്തികമായിട്ട് അവനെ തകർക്കണം. എല്ലാത്തിൻ്റെ അവസാനം അവൻ എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് എനിക്ക് അവനെ തകർക്കണം. കരഞ്ഞ് എൻ്റെ അടുത്ത് വരും, കാല് പിടിച്ച്, ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു. പിന്നെ പറഞ്ഞു, സുനിക്ക് വേണ്ട എല്ലാ സഹായാലും ബഷീറിക്കയും ലാലും എല്ലാവരും ചെയ്തോളും. പിന്നെ ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു, പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ആദർശനെയും ആ പുണ്യനെയും വിളിക്കുമ്പോൾ ഇതിങ്ങനെ എടുത്തു പറയണ്ട. ഇപ്പോഴൊന്നും അതായത് സിനിമ ഫീൽഡിൽ നിന്ന് ഇപ്പോൾ മറ്റേ നമ്മുടെ ദിലീപിനെ ഔട്ടാക്കണം എന്നാണ് ഇവൻ പറയുന്നത്. അതായത് ദിലീപിനെ ഫിനാൻഷ്യലി തകർക്കണം, എനിക്കിവനെ ഫിലിം ഫീൽഡിൽ നിന്ന് ഔട്ടാക്കണം, ഇവനെ എനിക്ക് പേഴ്സണലി തറക്കണം എന്നാണ് നമ്മുടെ വിക്ടിം പ്ലാൻ ചെയ്തത്. അതായത് ഇവനെ ദിലീപിനെ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. കൊള്ളാം.
ഒരു കേസ് വന്നേക്കണം, പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല. ഇവൻ പറയുന്ന പ്രകാരം ഇവന് ദിലീപിനെ തകർക്കാൻ വേണ്ടിയിട്ട് ലാൽ, ജീൻ, അതായത് ലാലിൻ്റെ മോനും അവരുടെ കുറച്ച് പേരും കൂടെ ചേർന്ന് മറ്റേ രമ്യ നമ്പീഷൻ അങ്ങനെയുള്ളവർ കുറച്ച് പേരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് ഈ സാധനം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റേ പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്, രണ്ടാം പ്രതി മാർട്ടിൻ ഉദ്ദേശിക്കുന്നത്. ഇവൻ എന്ത് ലോജിക്കലായി കഥ ഉണ്ടാക്കുന്നില്ല. ഇവൻ ശരിക്കും പറഞ്ഞാൽ നല്ല സ്ക്രിപ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് നോക്കും. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവൻ ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് നോക്കുന്നുണ്ട്. ഇവൻ്റെ പുറയിൽ വീഡിയോ എടുക്കാൻ ഒരാളുണ്ട്, പക്ഷേ ഇവൻ എന്ത് സ്ക്രിപ്റ്റ് നോക്കി വായിച്ചിട്ട് ഇടയ്ക്ക് ഇവൻ മറന്നു പോകുന്നുണ്ടെന്ന് പറയും. ഞാൻ ഇടയ്ക്ക് നമ്മളൊരു കാര്യം പറയും, ഞാനിപ്പോൾ ചെയ്തൊരു സാധനം നമ്മൾ അന്ന് ഇത്രയും കോൺട്രവേഴ്സി ആയിട്ടൊരു സാധനമാണ്. ഇവൻ്റെ 5 വർഷമാണ് ഇവൻ ജയിലിൽ കിടന്നത്. എങ്ങനെ പോയാലും എത്ര ചോദിച്ചാലും ആരും ജീവിതത്തിൽ ആരും മറക്കത്തില്ല. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച കഥ ഒന്നും അല്ല ഇവനോട് പറയുന്നത്. ഇവൻ്റെ ലൈഫിൽ ഇവൻ ഇന്നേ വരെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരുത്തന് 5 വർഷം ജയിലിൽ കിടന്നിട്ട് ആ ജയിലിൽ കിടന്ന സമയത്ത് അവന് എല്ലാം അവന് വ്യക്തമായ ഓർമ്മയുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് അവന് ഓർമ്മയില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുക്ക്ഡപ്പ് സ്റ്റോറിയാണ്. ആ കുക്ക്ഡപ്പ് സ്റ്റോറി അവന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് പഠിപ്പിച്ച കഥ അവന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് സംഭവം. ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി, എന്നിട്ട് കൈകൊണ്ട് ഒരു ആക്ഷനൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സുനി ഇറങ്ങിപ്പോയി. ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി പോവാണ്. ഇത് കേസിന് പിടിച്ചു കഴിഞ്ഞപ്പോൾ പൾസർ സുനി എന്നുള്ള വ്യക്തിയാണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയ. ഇത് കഴിഞ്ഞ് ഒരു പൾസർ സുനി ഇറങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൻ്റെ അകത്ത് ദിലീപ് ഈ കേസിൽ പ്രതിയാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കോ എനിക്കോ തറപ്പിച്ച് പറയാൻ പറ്റില്ല. കോടതി പറഞ്ഞു, നിലവിലുള്ള കോടതി നമ്മുടെ പറഞ്ഞ് എവിഡൻസൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ദിലീപിന് എഗെയിൻസ്റ്റ് തെളിവൊന്നുമില്ല, നിരപരാധിയാണ് കോടതിയാണ് പറഞ്ഞത്. ഹൈക്കോടതി പോയിട്ട് ഇനിയിപ്പോൾ ദിലീപ് കുറ്റക്കാരനാണെന്ന് സമ്മതിച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് എഗ്രി ചെയ്യാം. അത് വിത്ത് എവിഡൻസ് വേറെ ദിലീപാണ് കുറ്റക്കാരനെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്ന് ഞാനും പറയും. എൻ്റെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് തിങ്ക് ചെയ്യുക. അതായത് ഇവൻ്റെ കഥ പ്രകാരം ഞാൻ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ, ഇവൻ്റെ കഥ പ്രകാരം നമ്മുടെ വിക്ടിമും ബാക്കിയുള്ളവരും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഈ പദ്ധതി നടത്തിയത്. എന്നാൽ ഇത്രയും റിസ്ക് എടുത്ത്, അതായത് പുറത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം, പുറത്താണെങ്കിൽ മറ്റേ ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണല്ലോ. ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നതിന് ഭേദം ഇവർ താമസിക്കുന്ന ഹോട്ടലിലോ അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന വീട്ടിൻ്റെ ഇടയ്ക്കത്തോട്ട് ഈ പരിപാടി പ്ലാനിങ് ചെയ്താൽ പോരെ. അതായത് നമ്മുടെ വിക്ടിം ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ പൾസർ സുനി കയറി വരുന്നു, അങ്ങനെ ഇത് ചെയ്യുന്നു, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ലാലിനെ വിളിക്കുന്നു, അങ്ങനെ പദ്ധതി ഇട്ടാൽ പോരെ. ഞാൻ ഇരിക്കാൻ സിമ്പിൾ, അതായത് ഇവർക്ക് വലിയ റിസ്ക് ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ചെയ്താൽ പോരെ. അതാകുമ്പോൾ വീട്ടിൽ കയറി വന്നു എന്ന് പറയാമല്ലോ. അത് ഇത്രയും കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ഇത്രയും പ്ലാൻ ചെയ്ത് വണ്ടിയും ഒപ്പിച്ച് അത് പ്ലാനിങ് എന്ന് പറയുന്നത് വ്യക്തം, നല്ലൊരു കോണാത്തിലെ പ്ലാനിങ് എന്ന് പറയും. അത് ലാല് പ്ലാൻ ചെയ്തെന്നാണ് പറയുന്നത്. ലാലിൻ്റെ വണ്ടി, ലാലിൻ്റെ പണിക്കാർ, ഇതെല്ലാം വെച്ചിട്ട് ലാലിൻ്റെ മാസ്റ്റർ പ്ലാൻ കൊള്ളാം. ഇപ്പോൾ എന്നോട് പറഞ്ഞു നേരെ ലാലേൻ്റെ വിളിക്ക് വണ്ടി വിടാൻ പറയാം. ഫോൺ ഒഴുകി നടിയെന്നോട് പറഞ്ഞു, മാർട്ടി ഇപ്പം നടന്നതും കണ്ടതുമായ ഒരു കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട, എന്നെക്കാളും വലിയ ശക്തികളാണ് അവർ, ഭരണപക്ഷത്തായാലും എല്ലാ രീതിയിലും നല്ല അധികാര കേന്ദ്രത്തിലിരിക്കുന്നവരായിരിക്കും നല്ല ബന്ധത്തിലാണ്. നീ ലാലേൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയണേ അതനുസരിച്ച് കേട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ മാറ്റി നിന്റെ വീട്ടുകാർക്കും നിനക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുകളാണ്, നീ ഒരു കാര്യം ആരോടും പറയണ്ട. അവിടെ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയുന്നത് അതനുസരിച്ച് കേട്ടാൽ മതി. മാർട്ടിൻ്റെ ഫോൺ ഇതങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചേക്കാൻ പറഞ്ഞു, ലാലേനെ ഏൽപ്പിച്ചേക്കാൻ അങ്ങനെയും പറഞ്ഞു അതിൻ്റെ ഇടയിൽ. ഇത് കഴിഞ്ഞ് ഞാൻ ലാലിൻ്റെ വീട്ടിലേക്ക് ഗേറ്റിൻ്റെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ വണ്ടി കുറച്ചുകൂടി അവിടെ കയറ്റിട്ട് പറഞ്ഞു, വണ്ടി നിർത്തി പറഞ്ഞ ഗവൺമെൻറ്റിൽ ഒരു കാര്യം ആരോടും പറയണ്ട, മാറ്റി എവിടെയായിരുന്നാലും അവരുടെ ശ്രദ്ധ ഉണ്ടാവും മാറ്റിൻ്റെ മേലെ, അതുകൊണ്ട് ഒന്നും ആരോടും പറയണ്ട. പിന്നെ ലാലേട്ടൻ എന്താ പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി ഉള്ളിൽ കയറ്റിടാൻ പറഞ്ഞു, സിറ്റൗട്ടിലേക്ക് വണ്ടി കയറ്റിയിരുന്നപ്പോൾ ലാല് ഡോറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് ഹഗ്ഗൊക്കെ ചെയ്ത് ഉമ്മയൊക്കെ വെച്ചെന്നുകൊണ്ട് അവിടെ ശ്രദ്ധിച്ചില്ല. അതെ, ഇവനെ എപ്പോഴെ പിടിച്ചെന്നറിയോ? അതായത് നമ്മുടെ ലാല്, അത് നമ്മുടെ സിനിമ നടന്ന ലാല് വന്നിട്ട് ഇവൻ്റെ വെപ്രാളം കണ്ട, അതായത് നമ്മുടെ വിക്ടിം വന്ന് ഇതേപോലെ ലാലിനോട് കാര്യം പറഞ്ഞ സമയത്ത് ഇവൻ്റെ വെപ്രാളം, ഇവൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഇവൻ വന്ന സമയത്ത് ഇവന് ഭയങ്കര അന്ന് ലാലിൻ്റെ ഒരു മൊഴി ഉണ്ടായിരുന്നു. അത് വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം, സിമ്പിളായിട്ട് കാണിച്ചു തരാം. അതായത് ഇവന് ഭയങ്കര വയറുവേദനയാണ്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകുന്നു പറയും. അപ്പോൾ ലാൽ ഇവൻ്റെ ഇത് കണ്ടിട്ട് സംശയം തോന്നി. അപ്പോൾ ലാൽ വ്യക്തമായി പറഞ്ഞാൽ അവിടെ നിൽക്കട്ടെ, അവൻ്റെ ഇതിലൊരു കള്ള പെരുമാറ്റമുണ്ട്, എന്തോ ഒരു കള്ളത്തരം അവൻ കാണിക്കുന്നുണ്ട്. അന്ന് ലാൽ പറഞ്ഞതാ ഇവൻ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ട്, എന്തോ ഒരു പെശക് ഇവൻ്റെ ഉണ്ട്, അവൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഇവളുടെ കാര്യം സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് ലാൽ ബുദ്ധിപരമായിട്ട് നിന്നാ. എന്നിട്ടാണ് ഇവനെ എന്ത് ഉദ്ദേശത്തിലാണ് പറയുന്നത് അറിയാൻ പാടില്ല. എന്നാലും കൊള്ളാം, ബാക്കിയും കൂടെ കേൾക്കാം. ലാലും അവനെ വീണ്ടും ഉള്ളിൽ കേട്ടിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് മാർട്ടിൻ ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി ചെന്ന വഴി പറഞ്ഞു, മാർട്ടിൻ ഇപ്പോൾ കണ്ടതും കേട്ടതുമായ ഒരു കാര്യം ആരോടും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിനെ ഞാൻ കൊന്നു കളയും, ഒരു തെളിവ് പോലില്ലാണ് നശിപ്പിച്ച് കളയും, വീട്ടുകാരെയും ഞാൻ ഉപദ്രവിക്കും, അത് നീ മറക്കണ്ട, നീ എവിടെയായിരുന്നാലും എൻ്റെ ആൾക്കാർ നിന്നെ വാച്ച് ചെയ്യാനുണ്ടാവും, അതുകൊണ്ട് നീ ഒരു കാര്യം ആരോടും പറയണ്ട. പിന്നെ വാര്യറെ വിളിച്ചറിയിച്ചു,
പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തതെന്ന് മാത്രം നീ പറഞ്ഞേക്കാം. വേറെ ഒരു കാര്യം നീ പറയണ്ട. എല്ലായിടത്തും എൻ്റെ ആൾക്കാരുണ്ട്. നിന്റെ വായന്ന് വീണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആൾക്കാരുണ്ടാവും. പിന്നെ എല്ലാ കാര്യവും അടിപൊളി കഥ. അതിൻ്റെ മാസ്റ്റർ ബെയിൻ ലാൽ. അതുകൊണ്ട് ലാലാണ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തത്. ലാലിൻ്റെ വണ്ടി, ലാലിൻ്റെ പണിക്കാരൻ എല്ലാം ലാലാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. എന്തായാലും കൊള്ളാം. ഇവൻ്റെ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ, അതായത് കുറച്ച് പേർക്ക്, അതായത് കുറേ പേര് ഇത് കണ്ട സമയത്ത് ഇവൻ ഇലാബറേറ്റ് ചെയ്ത രീതി, അതായത് ഭയങ്കരമായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ, ഇലാബറേറ്റ് ചെയ്ത രീതിയിലാണ് ഇവൻ പറയുന്നത്. അത് ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ഇങ്ങനെ ഷർട്ട് ഇൻ ചെയ്തു. അല്ല, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യാനാണെങ്കിൽ ഇവർക്ക് എന്നാൽ ഞാൻ ചോദിക്കുന്നത്, നടി ഒറ്റയ്ക്കുള്ള സ്ഥലത്ത് അങ്ങ് ചെയ്ത് അപ്പോൾ എത്രയും റിസ്ക് എടുത്ത് കാറിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് ഇപ്പോൾ ഇവൻ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ കാറിനകത്ത് തന്നെ ഇരുന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ കാറിനകത്ത് ഇരുന്ന് ചെയ്യുന്ന സമയത്ത് കാറിൻ്റെ അകത്ത് സ്വന്തം ലാല് പെടും എന്തായാലും. അയാളുടെ കാറ്, അയാളുടെ പണിക്കാരൻ, ഇങ്ങനെ പൾസർ സുനി അയാളുടെ പണിക്കാരനാണല്ലോ ഇവൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലാല് ഈസി ആയിട്ട് പെടും. ലാലിൻ്റെ അന്നത്തെ ആ ദിവസത്തെ ലാലിൻ്റെ ഒരു മൊഴിയുണ്ട് ഇവനെക്കുറിച്ച്. ഇവന് ഭയങ്കര വയറുവേദനയായിരുന്നു. ഇവന് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാനായിട്ട് അന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാൽ അന്ന് പറഞ്ഞായിരുന്നു, ഇവൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് നിക്ക് വയ്യ വരെ, ആദ്യം ഇവളുടെ കാര്യം സോൾവ് ചെയ്യാം എന്ന് ലാൽ അന്ന് പറഞ്ഞ് ബുദ്ധിപരമായിട്ട് നിന്നുകൊണ്ടാണ് ഇവൻ പെട്ടെന്ന് ഇവനെ പിടിച്ച് 2 കുളം ഉടഞ്ഞപ്പോഴത്തേക്കും സത്യമൊക്കെ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം, പൾസർ സുനിക്കും ഈ ചങ്ങാതിക്കും പോലീസുകാരെ നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. ഇടി കിട്ടണ സമയത്ത് നമ്മൾ പറയുന്നത്, അതായത് ഇങ്ങനെ പോലീസുകാരുടെ നമുക്ക് ഒരു പോലീസുകാർ എന്താ ചെയ്യുന്നത്, ഒരു സ്റ്റേഷനിൽ കിട്ടുന്ന പോലീസുകാർ ചോദ്യം ചെയ്യുന്ന രീതി വേറെയാണ്. നമ്മളൊരു കഥ പറഞ്ഞു, നമ്മൾ 2 ഇടി കൊള്ളുമ്പോൾ ഈ കഥ തന്നെ പറയും. ഈ കഥ പറയുമ്പോഴത്തേക്കും ഈ കഥ ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കും. ഈ മിസ്മാച്ച് വരുമ്പോൾ വീണ്ടും ഇടി കിട്ടും. ഈ ഇടി കിട്ടുന്ന സമയത്ത് ഈ മാച്ച് ആവാത്ത കഥയൊക്കെ അങ്ങ് മാഞ്ഞു പോകും. ഈ കഥ ഇവൻ ഇപ്പോൾ ഈ പറഞ്ഞ കഥ നമ്മൾ ഈ പിക്ചറിൽ ഇത്രയും വർഷമായിട്ട് നമ്മൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. ഇവൻ പണ്ടൊരു വീഡിയോ ഇവൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേപോലെ പറഞ്ഞ് മറ്റേ മഞ്ജു വാര്യരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞ് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അത് എല്ലാം നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പിടിക്കപ്പെടുന്ന സമയത്ത് നോർമലി ഞാൻ ഇതിൻ്റെ പിന്നിൽ ഇന്ന ആളാണ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് 100% ഉറപ്പാണ്. എനിക്ക് ഈ ക്ലിപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് 100% ഉറപ്പാണ് ഇവൻ നല്ല രീതിയിൽ പഠിച്ചിട്ട് ചെയ്തതാണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കും, ഞാൻ ഇപ്പോഴും ആ വിക്ടിമിൻ്റെ കൂടെ തന്നെയാണ്. ഞാൻ ആ വിക്ടിമിൻ്റെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ഇതിനകത്ത് ദിലീപേട്ടൻ ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിലവിലത്തെ കേസിൽ ദിലീപിന് എഗെയിൻസ്റ്റ് എവിഡൻസ് ഇല്ല. ഫ്യൂച്ചറിൽ ഇതുണ്ടെങ്കിൽ, അതായത് ദിലീപ് കുറ്റക്കാരനാണെന്ന് ഹൈക്കോർട്ട് പറയുകയാണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷെ നിലവിലത്തെ ഇതിൽ ദിലീപ് കുറ്റക്കാരനല്ല. അതുകൊണ്ട് ഇപ്പോൾ ദിലീപ് അസൈഡ്, കീപ്പ് ഇറ്റ് അസൈഡ്. ഈ നാറിയുടെ ഈ സ്റ്റോറിയും പൊക്കിക്കൊണ്ട് ഇപ്പോൾ ഇത് ഒരു 8 മണിക്കൂർ അങ്ങാണ്ട് ആയിട്ടുള്ളൂ ഈ സ്റ്റോറി. ഞാനിപ്പോൾ പാതിരാത്രിക്ക് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ നാറിയുടെ വീഡിയോ ഇപ്പോൾ പൊങ്ങി വരാനുള്ള കാരണം എന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ ജയിലിൽ കയറിയല്ലോ. അതായത് ഈ വീഡിയോ ഇവൻ 5 വർഷം ഇവൻ ജയിലിൽ കിടന്നെന്ന് പറഞ്ഞു. അത് സുപ്രീം കോർട്ടിൻ്റെ ഇത് കിട്ടിയിട്ടാണ് ഇവൻ ഇറങ്ങിയെന്ന് പറയുന്നു. അന്ന് ആ സമയത്ത് ഇവൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് അയ്യോ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്, എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ ഇതാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെയും ആൾക്കാർ കുറച്ചും കൂടെ അതായത് നമുക്കൊരാൾ സത്യം, അതായത് പിന്നെ രണ്ടാമത് ഇവൻ എപ്പോഴും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്, അത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഏകദേശം പാതിരാത്രിക്കായി വീഡിയോ ചെയ്യുന്നത്. അത് ഇവൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു 8 മണിക്കൂറായിട്ടുണ്ടാവുള്ളൂ. ഈ വീഡിയോ ഇവൻ്റെ ഇപ്പോൾ ലീക്കായിട്ട്. പഴയ വീഡിയോ ഉണ്ട് ഇവൻ്റെ, അല്ലാണ്ട് ഇപ്പോഴത്തെ ഇപ്പോൾ കാണുന്ന വീഡിയോ ലീക്കായിട്ട് ഇപ്പോൾ ഒരു 8 മണിക്കൂറായിട്ടുള്ളൂ. അത് ജയിലിൽ പോയതിന് ശേഷമുള്ള വീഡിയോ. അത് അയ്യാഹാരം തിന്നുന്ന ആർക്കായാലും മനസ്സിലായി ഇത് എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് ഇട്ടിരിക്കുന്നത് മനസ്സിലാവും. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.